ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട്, പലതരത്തിലും ഫേസ്ബുക്കിലായിട്ടും യൂട്യൂബിലായിക്കോട്ടെ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ പല രീതിയിൽ ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ആ സമയങ്ങളിൽ പോലും എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതെപ്പോഴും ലൈഫ് ലോങ് കീപ്പ് ചെയ്യുന്നുള്ളത് ഞാൻ എന്നോട് തന്നെ എൻ്റെ റബ്ബിൻ്റെ അടുത്ത് കൊടുത്ത പ്രോമിസാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ചീത്തത് അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പം എനിക്ക് തോന്നും ഇത് തെറ്റാണ് എന്നുള്ളത് കറക്റ്റ് ആ മൈൻഡിലേക്ക് അപ്പോൾ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. ഞാനിപ്പോൾ ഒരുപാട് ഡ്രീംസും ഗോൾസും വെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല സാഹചര്യങ്ങളിലും പല ആളുകളും വന്ന് ചോദിക്കാറുണ്ട് ഈ ഡ്രീംസും ഗോൾസൊക്കെ വേണോ എന്നുള്ള തരത്തിൽ. പക്ഷെ എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നുന്നത് ഡ്രീംസും ഗോൾസൊക്കെ ഉണ്ടായിക്കോട്ടെ, അതൊരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം. ഇവിടെ ഒരുപാട് സ്റ്റുഡൻസ് ഇരിക്കുന്നുണ്ട്, പാരൻസ് ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ഒരുപാട് ഗോൾസും ഡ്രീംസൊക്കെ ഉണ്ടാകും. അതൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ ഇസ്ലാം, എൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്നത് കൃത്യമായി കീപ്പ് ചെയ്യാനുള്ളൊരു മനസ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. എന്താണ് എൻ്റെ ഐഡൻറ്റിറ്റി, ആരാണ് ഞാനെന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ലോകത്ത് എവിടെ അറിയപ്പെട്ടാലും എന്ത് പ്രശ്നം വന്നാലും റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ള വിശ്വാസം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര സ്വപ്നം കാണുന്നവരായിക്കോട്ടെ, നിങ്ങൾ ഏത് ലോകത്ത് ഏറ്റവും വലിയ അറിയപ്പെട്ട ആളായിക്കോട്ടെ, അവിടെയൊക്കെ ചെന്നാൽ പോലും നമ്മൾ എന്തെടുത്ത് നമ്മുടെ ഐഡൻറ്റിറ്റി എന്നുള്ള സംഭവം വിടരുത്. ക്യാമ്പസുകളിലായിക്കോട്ടെ, നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് സെഷൻസും ചോദ്യോത്തരങ്ങളെല്ലാം വരുന്നുണ്ട്. ക്യാമ്പസൊക്കെ നമുക്കറിയാം. ഇപ്പോൾ ക്യാമ്പസിലേക്ക് പോകുന്ന സമയത്ത്, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ കൂടുന്ന സമയത്ത് നമ്മുടെ മതം ഇതാണ്, ഞാൻ തട്ടുവിട്ടുകൊണ്ട് നടക്കുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് തട്ടുവിടുന്നില്ല എന്ന് പറയുന്ന സമയത്ത് അതൊരിക്കലും മടിയായി കാണരുത് കേട്ടോ. ഹിജാബ് ആയിക്കോട്ടെ, നമ്മുടെ ഐഡൻറ്റിറ്റി ആയിക്കോട്ടെ, നമസ്കാരം ആയിക്കോട്ടെ, അതൊരിക്കലും നമുക്കൊരു കുറവായിട്ട് കാണരുത്. ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഞാൻ നമസ്കരിക്കുന്നുണ്ട്, ഞാൻ തട്ടുവിടുന്നുണ്ട്, ഞാൻ എൻ്റെ ഷാൾ ചുറ്റുന്നുണ്ട്, അത് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റണം. ദിസ് ഈസ് മൈ ഐഡൻറ്റിറ്റി. അതാണ് നമ്മൾ ഈ ലോകത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. പല കാര്യങ്ങളും ന്യൂ ജനറേഷനിൽ പല തരത്തിലും നമ്മളെ മുന്നിലേക്ക് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ വരുന്ന സമയത്തും പക്ഷേ ഇതെന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്നത് കൃത്യമായിട്ട് പറയാൻ പറ്റണം. ഇതെന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല, ഞാൻ പഠിച്ച മതത്തിൽ ഇതില്ല എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റണം. ക്യാമ്പസുകളിലായിക്കോട്ടെ, ക്യാമ്പസ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. സ്കൂളുകൾ, കോളേജുകൾ, ഫ്രണ്ട്സുകളൊക്കെ തട്ടുവിടാതെയും അതുപോലെ തന്നെ നമസ്കരിക്കാതെ നടക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലുണ്ടായിരിക്കണം പക്ഷേ ഇതെൻ്റെ ഐഡൻറ്റിറ്റി അല്ല എന്നുള്ള കൃത്യമായ ബോധം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് വന്നാലും സന്തോഷത്തോട് കൂടിയിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, എന്ത് കിട്ടിയാലും നന്ദിയുള്ളവരാകുക. എന്ത് സഹായം വന്നാലും എന്ത് കിട്ടിയാലും അതിനോടൊക്കെ നന്ദി പറയാനുള്ളൊരു മനസ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഒരു നല്ല മനുഷ്യനായി മാറുക. നമ്മൾ ഈ ലോകം കഴിഞ്ഞിട്ട് ഖബറിൽ കിടക്കുമ്പോൾ ഒരുപാട് ആളുകളുടെ ദേഷ്യവും വിദ്വേഷവും പകയും ഇതെല്ലാം കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് നമ്മൾ ഖബറിലേക്ക് പോകുമ്പോൾ ഒരുപാട് ശിക്ഷ നമ്മൾ വാങ്ങേണ്ടി വരും. ഇതൊന്നുമില്ലാത്ത സ്നേഹം മാത്രം കൊടുക്കുന്ന, ആരോടും ദേഷ്യമില്ലാത്ത, ആരോടും പകയില്ലാത്ത, ആരോടും അസൂയില്ലാത്ത നല്ലൊരു പ്യുവറായിട്ടുള്ള ഹേർട്ട് വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യരെ നിങ്ങളായിട്ട് തന്നെ കണ്ടുവെച്ച് നോക്കൂ. ആരെ കാണുന്ന സമയത്തേക്കൂടെ സ്നേഹം മാത്രം കൊടുക്കുന്നു, ആരെ കാണുന്ന സമയത്തേക്കൂടെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരു മനുഷ്യരെ നമുക്ക് മാറിക്കൂടെ? ദേഷ്യമില്ല, പകയില്ല, അസൂയയില്ല, കുശുമ്പില്ല, ഇതൊന്നുമില്ലാത്ത നല്ലൊരു മനുഷ്യരെ നമുക്ക് മാറിക്കൂടെ? റബ്ബ് ഖുർആനിൽ സൂറ ഇബ്രാഹിമിൽ പറയുന്നുണ്ട്, ലഇൻ ശക്കർതും ലഅസീദന്നകും, ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഗിവ് യു മോർ. നിങ്ങൾ എൻ്റെ അടുത്ത് ഗ്രേറ്റ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? റബ്ബിൻ്റെ അടുത്ത് എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. എന്ത് കിട്ടിയാലും റബ്ബി അൽഹംദുലില്ലാ, എന്ത് നടന്നാലും റബ്ബി അൽഹംദുലില്ലാ എന്നുള്ളൊരു ആ ഒരു വാക്ക് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. താങ്ക് യു, അൽഹംദുലില്ലാ, ജസാക്കല്ലാഹു ഖൈർ. ഇതൊരു ശീലമാക്കി മാറ്റണം. നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന നല്ല മുഖം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. സ്നേഹം മാത്രം കൊടുക്കുന്ന മനുഷ്യരായി നമ്മൾ മാറണം. അതിന് നമ്മുടെ മൈൻഡും നമ്മുടെ ഹാർട്ടും ഒന്ന് പ്യുവറാക്കിയാൽ മാത്രം മതി. സിമ്പിളാണ്, വേറെ ഒന്നുമില്ല. ഉംറക്കൊക്കെ പോകുന്ന സമയത്ത് ആളുകൾ വരുമ്പോൾ നമ്മളോട് പറയും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പുറത്തു തരണേന്ന് പറയാറുണ്ട് ഇല്ലേ? അങ്ങനെ പറയാനുള്ളൊരു സാഹചര്യം ഇല്ലാതെ തന്നെ നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യുക, ആരെങ്കിലും നമ്മളായിട്ട് തെറ്റ് ചെയ്താൽ അത് പുറത്തു കൊടുക്കുക. എനിക്കങ്ങനെ ദേഷ്യം വിദ്വേഷമൊന്നും ഇല്ല കേട്ടോ നിങ്ങളുടെ അടുത്ത്, എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ, ഞാൻ അപ്പം തന്നെ പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ള മനസ്സോട് കൂട്ടിയിട്ട് നമ്മൾ മാറുക. ആണ് നല്ല മനുഷ്യരാവുന്ന സമയത്ത് എന്ത് രസമായിരിക്കും എന്നറിയോ? നല്ല മനുഷ്യരാകുന്ന സമയത്ത് എന്ത് രസമായിരിക്കും. നമ്മുടെ പുറം അതുപോലെ തന്നെ നമ്മുടെ അകം ഒന്നുകൂടി ക്ലിയർ ആക്കിയാൽ മരിച്ചു പോകുന്ന സമയത്ത് എത്ര ഹാപ്പിയോട് കൂടിയിട്ട് നമുക്ക് പോകാൻ പറ്റും.
നമ്മുടെ മരണം എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ മരണം എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇന്ന് നടന്നേക്കാം, നാളെ നടന്നേക്കാം, മറ്റന്നാൾ നടന്നേക്കാം. നമസ്കാരം ആയിക്കോട്ടെ, പല സാഹചര്യം നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന സമയത്ത്, പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നമ്മൾ നീട്ടി വെക്കുന്ന സമയത്ത്, ചിലപ്പോൾ നമസ്കാരത്തിൻ്റെ കാര്യമൊക്കെ ഞാനൊരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഒരു മൈൻഡ് എക്സാക്ട്ലി എനിക്ക് ഏകദേശം അറിയാം. നമ്മൾ ചിലപ്പോൾ നല്ല ഈമാനും ഇസ്ലാമൊക്കെയുള്ള നല്ല മനുഷ്യരായി മാറാൻ വേണ്ടി തീരുമാനിക്കും. ഈ തീരുമാനിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഇന്ന് എന്തായാലും 5 വക്ത് നമസ്കരിച്ചിരിക്കും, ഞാൻ ഉറപ്പാണ് 5 വക്ത് എന്തായാലും കൃത്യമായിട്ട് നമസ്കരിക്കുന്നുള്ള മനസ്സോട് കൂടി നമ്മൾ തുടങ്ങും. സുബഹി ആവുന്ന സമയത്ത് നമ്മളിങ്ങനെ ആലോചിക്കും, സുബഹി ഇപ്പം നമസ്കരിക്കും, ഇനി നാളെ മുതൽ നന്നാവാ, അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ നന്നാവാ. ഇനിയിപ്പോൾ സുബഹി നമസ്കരിച്ചാൽ ചിലപ്പോൾ ലൊഹറ് പോവും. ഈ ലൊഹറ് പോയാൽ ഇന്നിപ്പോൾ ഏതായാലും ലൊഹറ് പോയി, ഇനി നാളെ മുതൽ കൃത്യമായിട്ട് 5 വക്ത് നമസ്കരിക്കാം. ഇത് ഈ മനസ്സെന്ത് ചെയ്യാൻ നമ്മൾ മാറ്റിവെക്കാം കേട്ടോ. ഈ മനസ്സ് നമ്മൾ മാറ്റിവെക്കുക. ഈ മനസ്സൊന്ന് മാറ്റി വെച്ചിട്ട്, റബ്ബേ എൻ്റെ മരണം എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല, ഇന്ന് നന്നാവാൻ തീരുമാനിച്ചാൽ ഇന്ന് നന്നാവാ. ആ ഒരു മനസ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമസ്കാരം ആയിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ, ഒന്നും പ്രൊക്രാസ്റ്റിനേഷനിലേക്ക് വെക്കാതിരിക്കുക. നമ്മുടെ മരണം നമ്മുടെ കയ്യിലല്ല, നമ്മുടെ റൂഹ് നമ്മുടെ കയ്യിലല്ല. എപ്പോഴും നമ്മൾ മരിക്കാം. ചിലപ്പോൾ ഞാൻ ഇന്ന് മരണേക്കാം, അല്ലെങ്കിൽ നാളെ മരണപ്പെട്ടേക്കാം, മറ്റന്നാൾ മരണപ്പെട്ടേക്കാം. എൻ്റെ മരണം എപ്പോഴാണെന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ആർക്ക് വേണ്ടി നിയ്യത്തോട് കൂടി നിങ്ങൾ നിയ്യത്തോട് കൂടിയിട്ട് ചെയ്യുക. എന്ത് കാര്യം ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, അതൊരു നല്ല നിയ്യത്തായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്. ഒരു നല്ല നിയ്യത്തായിരിക്കണം. ഞാനിപ്പോൾ ഈ നന്മ കാര്യങ്ങൾ ചെയ്യുന്നു, ഇതിൻ്റെ റബ്ബിന് വേണ്ടിയിട്ടാണ്. ഒരു നന്മ കാര്യം ചെയ്യുന്ന സമയത്ത് എനിക്കിതിന് ഒരു പേയ്മെൻ്റ് ആയിട്ടോ ഒന്നും വേണ്ട, ഇങ്ങനെ റബ്ബിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ വേറെ തന്നെയാണ്. അവിടെ കൊടുക്കുന്നൊരു സ്നേഹബന്ധമുണ്ട്, അത് ഭയങ്കര ഡിഫറെൻറ്റാണ്. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ അതെപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തേക്കോട്ടെ, അത് സ്നേഹത്തോട് കൂടിയിട്ടും നല്ല നീയത്തോട് കൂടിയിട്ടും ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പം എന്ത് ചെയ്യുക, എന്ത് കാര്യം കിട്ടിയാലും അതിനെപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ടേയിരിക്കുക. തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഒരുപാട് പാരൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. പാരൻസ് കുറവാണ്, പക്ഷെ എന്നാലും ഏകദേശം കുറച്ച് പാരൻസ് ഞാൻ കാണുന്നുണ്ട്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ മക്കളെ നല്ല രീതിയിൽ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാപ്പിയും എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ വാപ്പിയും ഇവിടെ ഫ്രണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഏത് പ്രോഗ്രാമിന് പോയാലും ഞാൻ അവരില്ലാതെ പോകാറില്ല. ഏത് പ്രോഗ്രാമിന് പോയാലും അവരെന്നെ കൂടെ ഉണ്ടാവാറുണ്ട്, താങ്ങും തണലും ആയിട്ട്. ഒരു കാലത്ത് വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് പല സാഹചര്യത്തിൽ എൻ്റെ വാപ്പിയമ്മയൊക്കെ ഫാമിലീസൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കും. എനിക്ക് ചിലപ്പോൾ മാത്സിലും ഫിസിക്സിലും കെമിസ്ട്രിയിലും നല്ല മാർക്ക് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പാരൻസ് പറയും, ഓള് നന്നായിട്ട് സംസാരിക്കും, ഓള് നന്നായിട്ട് സ്പീച്ചൊക്കെ ചെയ്യും, ആളുകളായിട്ട് നന്നായിട്ട് ഇടപെടാൻ അവൾക്ക് നല്ല കഴിയും എന്നുള്ളത് ഫാമിലീസിൻ്റെ ഇടയിൽ ഇങ്ങനെ പറയും. ഈ പറയുന്ന സമയത്ത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസാണ്. ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് പാരൻസ് എന്നെ കുറിച്ച് പൊക്കി പറയുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് വെച്ചൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് അവരെന്ത് ചെയ്തു, എന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പൊക്കി പറഞ്ഞു. ഇനി വരുന്ന ദിവസങ്ങളിൽ, ഇനി വരുന്ന കാലഘട്ടത്തിൽ, ഇനി ഏത് ലോകത്തിൻ്റെ ഏറ്റവും വലിയ അറിയപ്പെട്ട ഒരു വലിയ ആളായി തീർന്നാലും, ഏറ്റവും വലിയ അറിയപ്പെട്ട ഒരു വ്യക്തിയായി തീർന്നാലും, thousands of 2000s of ആയിരക്കണക്കിന് 2000 കണക്കിന് ആളുകൾ ഇരിക്കുന്ന വേദിയിൽ പോലും ഞാൻ അവരെ കുറിച്ച് പൊക്കി പറയാന്നുള്ളത് അന്നെടുത്ത തീരുമാനം. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് ഏത് വേദിയിൽ പോയാലും അവരെൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്, അവരെക്കുറിച്ച് ഞാൻ പറയാറുണ്ട്. ഇതെന്തുകൊണ്ടാണ്? ആ സപ്പോർട്ട് അവിടുന്ന് കിട്ടിയതുകൊണ്ടാണ്. ആ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ നന്നായിട്ട് സ്നേഹിച്ചിട്ടുണ്ട്, എന്നെ നന്നായിട്ട് ഇസ്ലാമിക ബോധത്തോട് കൂടിയിട്ട് വളർത്തിയിട്ടുണ്ട്. 5 വക്ത് നമസ്കാരം ആയിക്കോട്ടെ, എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ ആയിക്കോട്ടെ, ഇപ്പോഴും ബാലൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. മിൻഹ ഡ്രസ്സ് അവിടെ, ഡ്രസ്സ് തയ്ക്കുന്നത്, നമസ്കരിച്ചോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഈ ചോദിക്കുന്ന സമയത്ത് ഒരു കാലത്ത് ദേഷ്യം ഉണ്ടായിരുന്നു കേട്ടോ, ഓപ്പണായി പറയണം, ഒരു കാലത്ത് ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ അൽഹംദുലില്ലാഹ് അപ്പോൾ ആ ദേഷ്യമൊക്കെ എങ്ങോട്ടോ പോയി. കാരണം എന്താ, ഇപ്പം എനിക്ക് മനസ്സിലായി ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ റബ്ബിന് വേണ്ടിയിട്ടാണ്, എൻ്റെ പരലോകത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കൃത്യമായ ബോധ്യം എന്ത് ചെയ്തു, എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ആ ബോധം എന്ത് ചെയ്തു, ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ ക്രിയേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇപ്പം ആരെയും പേടിയും കാര്യങ്ങളൊന്നുമില്ല. എന്ത് വന്നാലും ധൈര്യത്തോടു കൂടി നേരിടാനും എൻ്റെ കൂടെ എൻ്റെ റബ്ബിനുള്ള വിശ്വാസം എന്ത് ചെയ്തു, എൻ്റെ ഉള്ളിലുണ്ടായി. ആ ഒരു വിശ്വാസം എന്ത് ചെയ്യണം, നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പല ന്യൂജൻ സംഭവങ്ങളും ഈ ലോകത്ത് നടക്കുന്ന സമയത്ത് ഇത് ഞാൻ പഠിച്ചിട്ടില്ല എന്നത് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റണം. ഞാനൊരു മുസ്ലിമാണ് എന്നത് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റണം. ഞാൻ യഥാർത്ഥ മുസ്ലിമാണ്.
അതൊരു പ്രൗഡ് മൊമെൻ്റ് ആയിട്ട് പറയണം. പല സാഹചര്യം നമ്മൾ മടിക്കുന്നതാണ്. ക്യാമ്പസുകളിൽ പോയാൽ ഞാൻ പല ഫ്രണ്ട്സിനെയും കണ്ടിട്ടുണ്ട്, എൻ്റെ കൂട്ടത്തിലുള്ളവരെന്നെ മുസ്ലിമാണെന്ന് പല സമയത്തും പറയാൻ പോലും മടിക്കാറുണ്ട്. ഞാൻ ആലോചിച്ചു പോയി, എന്തിനാണ് മുസ്ലിമാണെന്ന് പറയാൻ മടിക്കുന്നത്? ഡ്രസ്സിങ് സ്റ്റൈലായിക്കോട്ടെ, നമസ്കാരത്തിൻ്റെ കാര്യമായിക്കോട്ടെ, അതൊക്കെ അഭിമാനത്തോടു കൂടി ചെയ്യാൻ നമുക്ക് പറ്റണം. അവിടെയാണ് സ്റ്റുഡൻസ് ഓരോരുത്തരും വിജയിക്കുന്നത്, അവിടെയാണ് നമ്മൾ ഓരോരുത്തരും വിജയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഉപകാരപ്പെടുന്ന, വീണ്ടും പറയുന്നു, ലോകത്തിൽ ഉപകാരപ്പെടുന്ന ഹലാലായ മാർഗത്തിലുള്ള നല്ല നല്ല സ്വപ്നങ്ങൾ നിങ്ങൾ കാണാൻ പഠിക്കുക. നല്ല നല്ല സ്വപ്നങ്ങൾ കാണാൻ പഠിക്കുക. നല്ല നല്ല സ്വപ്നങ്ങൾ, വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിക്കുക. ആ സ്വപ്നങ്ങൾ കാണുന്നത് കൂടി ഇസ്ലാമിനെ മുറുകെ പിടിക്കാൻ നമ്മൾ ശ്രമിക്കുക.